الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുറാഹിമായ അള്ളാഹുവെ, ഞങ്ങളുടെ മജ്‌ലിസിനെ കബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ ഈ ജുമഅ സുബഹി നമസ്കാരത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, ഈ മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെല്ലാവരെയും നന്നാക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെക്കുറിച്ചാണ് നാം പറഞ്ഞു കൊണ്ടുവരുന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഉമ്മത്തിൻ്റെ ബഹുമാനവും അവരെ മഹത്വം പറഞ്ഞപ്പോൾ മൂസാ നബി ചോദിച്ചു, ആ സമുദായത്തെ എനിക്കൊന്ന് കാണണോ? ആരെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികൾ നക്കൊന്ന് കാണണോ? അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, മൂസാ നബി, അതിപ്പോൾ കഴിയില്ല. കാരണം അവസാനമാണ് ഹബീബായ മുത്തുനബി വരുന്നത്. ആ സമുദായത്തെ ഇപ്പോൾ കാണുക ചാൻസ് ഇല്ല. പിന്നെ അല്ലാഹു തആല ചോദിച്ചു, അഫതുഹിബ്ബു അൻ തസ്മഅ കലാമഹും വ അസ്വാത്തുഹും. മൂസാ നബിയെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഉമ്മത്തികൾക്കുള്ള പളക്ക, അവരെ സംസാരം, അവരെ സൗണ്ട് നിനക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതെ. അപ്പോഴാണ് റബ്ബാകുന്ന അല്ലാഹു തആല വിളിക്കുന്നത്, യാ ഉമ്മത്ത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിൻ്റെ ഉമ്മത്തികളെ എന്ന് പറഞ്ഞപ്പോൾ, അതാ എല്ലാ ഉമ്മത്തികൾ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വിശ്വസിക്കുന്ന എല്ലാ ഉമ്മത്തികളും അവരെ ബാപ്പയുടെ മുതുകിലാണ് അവർ ഉള്ളത്. അന്ന് ഉമ്മത്തികളാകും ഞങ്ങളാരെ അല്ലാഹു പടച്ചിട്ടില്ല. ആ ബാപ്പയുടെ മുതുകിലുള്ള എല്ലാവരും പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലേ? ആ തൽബിയത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടിയാണ്, ആ ദിക്റാണ്, ആ തൽബിയത്താണ് ഇന്ന് ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഹജ്ജിന് ഉംറക്ക് പോയാൽ പറയുന്ന ദിക്ർ. അത് അവർക്കെന്തായി? ഹാജിമാർക്കും ഉംറക്കാർക്കും അല്ലാഹു എന്താക്കി? സുന്നത്താക്കി. എന്നിട്ട് ഇന്നലെ പറഞ്ഞു, യാ ഉമ്മത്ത മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളാകുന്ന ഞങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്. ഞങ്ങൾക്ക് എത്രയാ അല്ലാഹു അനുഗ്രഹം ചെയ്തത്. സ്വലാത്തി അലൈക്കും വറഹ്മത്തി അലൈക്കും വമഗ്ഫിറതി ലക്കും. ഉമ്മത്തികളാകുന്ന ഞങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, സ്വലാത്തി അലൈക്കും വറഹ്മത്തി അലൈക്കും, എൻ്റെ രക്ഷയും എൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഉമ്മത്തികളാകുന്ന നമുക്കാണ്. ആര് പറയുന്നത്? അല്ലാഹു പറയുന്നത്. സ്വലാത്തി അലൈക്കും, എൻ്റെ രക്ഷ, എൻ്റെ സ്വലാത്ത് അത് നിങ്ങളെ മേലെ ഇരിക്കട്ടെ. വറഹ്മത്തി അലൈക്കും, എൻ്റെ റഹ്മത്ത്, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കാണ്. വമഗ്ഫിറതി ലക്കും, എൻ്റെ ഭാഗത്ത് ഉള്ള മഗ്ഫിറത്ത്, അഫ്വ്, ലക്കും, നിങ്ങൾക്കുണ്ട്. എന്തൊരു വാക്കാണ്! എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഇന്ന റഹ്മത്തി സബഖത്ത് ഗളബി, എൻ്റെ കോപത്തിനേക്ക് മുമ്പ് തന്നെ എൻ്റെ റഹ്മത്ത് മുൻകടന്നു പോയി. നീ എന്തെങ്കിലും തപ്പ് ചെയ്യുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കോപം വരും. പക്ഷെ ആ കോപത്തിനേക്കാളും മുൻകടന്ന് എന്താണ്? എൻ്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് കൊണ്ട് ഞാൻ എന്താക്കും? രക്ഷപ്പെടുത്തും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം, എന്താക്കണം? ശിക്ഷിക്കണം. പക്ഷെ ആ ശിക്ഷനേക്കാളും മുന്നേ എൻ്റെ അഫു അത് മുൻകടന്നു പോയി. ശിക്ഷനേക്കാളും എത്രയോ എത്രയോ മേലെയാണ് എൻ്റെ അഫുവ്. ആ അഫു കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും. ഖദ് അഅതൈതുകും ഖബ്ല അൻ തസ്അലൂനി വഅസ്തജിബു ലക്കും ഖബ്ല അൻ തദ്ഉനി. നിങ്ങൾ ദുആരക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ദുആക്ക് ഞാൻ ഉത്തരം തന്നു കഴിഞ്ഞു. നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞു. വഗഫർതു ലക്കും ഖബ്ല അൻ തഅസൂനി. നിങ്ങൾ തെറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാൻ ഉദ്ദേശിച്ചു. ആര് പറയുന്നത്? അല്ലാഹുവാണ് പറയുന്നത്. അല്ലാഹു തആല ആ റബ്ബിൻ്റെ ആ ഒരു വാക്കിൻ്റെ കാരണം കൊണ്ട് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു,
മൻ ലഖിയനി ബിശഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമയുമായിട്ട് ആരെങ്കിലും എന്നെ കണ്ടുമുട്ടിയാൽ, അള്ളാഹു പറയുന്നു മൻ ലഖിയനി, ആരെങ്കിലും എന്നെ കണ്ടുമുട്ടിയാൽ. എന്തുകൊണ്ട്? ബിശഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമയുമായിട്ട് എന്നെ കണ്ടുമുട്ടിയാൽ എന്ന് പറഞ്ഞാൽ, ഈ ഷഹാദത്ത് കലിമ കൊണ്ട് ആരെങ്കിലും വിശ്വസിച്ചാൽ, അദ്ഖൽതുഹു ജന്നത്തി, എൻ്റെ വിശാലമാകുന്ന സ്വർഗത്തിലേക്ക് ഞാൻ അവനെ കടത്തും. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. വലൗ കാനത് ദുനൂബുഹു മിസ്ല സബദിൽ ബഹരി, കടലിലുള്ള നൊരകളുണ്ടല്ലേ, ആ തിരമാലകൾ അടിച്ചു വരുമ്പോൾ ആ ഉണ്ടാകുന്ന നൊരതിനേക്കാളും യാറെ നീ ചെയ്ത് തെറ്റാണെങ്കിലും റബ്ബാകുന്ന ഞാൻ നിനക്ക് പുറത്തു തരും, നിന്നെ ഞാൻ സ്വർഗത്തിൽ കടത്തും. ഉമ്മത്തികളാകുന്ന ഞങ്ങളോട് അള്ളാഹുത്തല പറഞ്ഞതാണ്. എന്നിട്ട് മുത്തുനബിയോട് പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു, വമാ കുന്ത ബിജാനിബി തൂരി ഇദ് നാദൈനാ, ഞങ്ങൾ അവിടുത്തെ ഉമ്മത്തികളെ വിളിച്ച സമയത്ത്, അല്ലെങ്കിൽ തങ്ങളെ വിളിച്ച സമയത്ത് നിങ്ങൾ തൂര് സീന എന്ന പർവ്വതത്തിലായിരുന്നില്ലേ? എന്നാരുണ്ടായത്? ആ പർവ്വതത്തിൽ ആരാണ് ഉണ്ടായത്? മൂസാ നബി അലൈഹി ഇസ്ലാമാണ്. പക്ഷെ മുത്തുനബി എവിടെ ഉണ്ടായിരുന്നു? ആ പ്രകാശം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുതുവിലായിരുന്നു. അതാണ് പറഞ്ഞത്, നിങ്ങൾ തൂര് സീന എന്ന പർവ്വതത്തിലായിരുന്നില്ലേ? പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു, സൂറത്തുൽ ഖസസ്. അപ്പോൾ ഇത്രയും അനുഗ്രഹമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ ഉമ്മത്തികളാകുന്ന ഞങ്ങൾക്ക് അള്ളാഹു നൽകിയത്. ഇതെല്ലാം റസൂലുള്ളാഹിൻ്റെ ആ ഒരു ബഹുമാനം കൊണ്ടാണ് അള്ളാഹു ഞങ്ങൾ ബഹുമാനിച്ചത്. എന്നിട്ട് ഒരുപാട് വിഷയങ്ങൾ പറയുന്നു. അതെല്ലാം പറഞ്ഞു പോയാൽ എത്രയോ നീണ്ടുപോകും. ഇനി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രകാശം അത് എവിടെ എത്തി? ഓരോ സ്വാലിഹീങ്ങളായ ബാപ്പയുടെയും ഉമ്മയുടെയും ഗർഭാശയത്തിൽ ഇങ്ങനെ മടങ്ങി അതിങ്ങനെ വന്നിട്ട് അവസാനം എത്തുന്നത് അബ്ദുൽ മുത്തലിബിൻ്റെ മുതുവിലേക്കാണ്. ആരാണ് അബ്ദുൽ മുത്തലിബ്? റസൂലുള്ളാഹിൻ്റെ ഉപ്പാപ്പയാണ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിനെ കുറിച്ച് തന്നെ പറയുന്നെങ്കിൽ ഒരു പുതിയ സ്റ്റോറികൾ ഇത്തിരി സമയം പിടിക്കും. അതിൻ്റെ സമയത്ത് നമുക്ക് പറയാം. അബ്ദുൽ മുത്തലിബിൻ്റെ മുതുവിലേക്ക് അല്ലാഹു തആല അതിനെ കൊണ്ടുവന്ന് വെച്ചു. ഇതാണ് വിഷയം പറയുന്നത്. അതായത് ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പയാണ്. അബ്ദുൽ മുത്തലിബ് പരിശുദ്ധമായ കാബ ശരീഫിൻ്റെ ഹിജ്ർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ, ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ കാബനടുത്ത് പോയവർക്കറിയാം, അത് കാബ ശരീഫാണ്. അതിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ കാബൻ്റെ ഉള്ളിൽ നിസ്കരിക്കും പോലെയാണ്. ആ ഹിജ്ർ ഇസ്മായിലിൻ്റെ ഉള്ളിൽ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉറങ്ങുകയാണ് ഒരു ദിവസം. കാരണം പണ്ടെല്ലാം കാബ ശരീഫിൻ്റെ അടുത്ത് പള്ളിയിൽ ഉറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ ഉറങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പ്രകാശം അബ്ദുൽ മുത്തലിബിലേക്ക് എത്തിയിട്ടുണ്ട്. ആ എത്തിയതിൻ്റെ പിന്നെ ഒരു ദിവസം ഉറങ്ങിയിട്ട് എണിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇതെല്ലാം അറിയണോ? റസൂലുള്ളാഹിൻ്റെ ബഹുമാനങ്ങൾ അറിയണോ? കാരണം റസൂലുള്ളാഹി പറഞ്ഞ മതിയാവില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പ്രകാശം ബഹുമാനപ്പെട്ടൊരു മുതുവിലേക്ക് അള്ളാഹു കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഒരു ഹിജ്ർ ഇസ്മായിൽ ഉറങ്ങിയിട്ട് എണിക്കുമ്പോൾ ഒരു അത്ഭുതം കാണുന്നു. എണിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ കണ്ണിലേക്ക് സ്വർണം ഇട്ടിട്ടുണ്ട്. മുത്തുനബിൻ്റെ വിഷയം എന്നല്ല, മുത്തുനബി പ്രസവിച്ചിട്ടില്ല. മുത്തുനബി പ്രസവിക്കും അത്ഭുതങ്ങളുള്ളതല്ല. അബ്ദുൽ മുത്തലിബിൻ്റെ കണ്ണിലേക്ക് സുർമം ഇട്ടിട്ടുണ്ട്. ശരീരം മുഴുവനും എണ്ണ തേച്ചിട്ടുണ്ട്. സ്വപ്നല്ലത്. എണിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ശരീരം മുഴുവനും എണ്ണ തേച്ച രൂപത്തിലാണ് കാണുന്നത്. അങ്ങനെ ഉറക്കിൽ അദ്ദേഹം എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല ഭംഗി ഉള്ള ഒരു ഒരു തട്ടം, ഞങ്ങളുടെ ഭാഷയിൽ പറയുന്നെങ്കിൽ നല്ല അത്ഭുതകരമാകുന്ന പ്രകാശിക്കുന്ന ഒരു പുടവ അദ്ദേഹത്തിനെ ധരിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു തട്ടം അദ്ദേഹത്തിന് മേലെ ഇട്ടിട്ട് അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ അയാൾക്ക് പേടിയായി. എന്തു പോവാം, കണ്ണിൽ സുർമയിട്ടിട്ടുണ്ട്, ശരീരം മുഴുവനും എണ്ണ തേച്ചിട്ടുണ്ട്, അതേപോലെ ആദരിച്ചിട്ട് അതാ ഒരു മേൽത്തട്ടം അവിടെ ധരിപ്പിച്ചിട്ടുണ്ട്. അത് അത്ഭുതകരമായത് സാധാരണ ഒന്നുമല്ല. ഇത് കണ്ടപ്പോൾ അയാൾ പേടിച്ചിട്ട് അയാൾ നേരെ കുഞ്ഞപരമുട്ട പോയിട്ട്
ഈ കുഞ്ഞബാറും ചൊന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പുറം ഇപ്പുറാവും. ഈ കുഞ്ഞബയാണ് മുത്തലിബിൻ ചൊല്ല ആൾ. അബ്ദുൽ മുത്തലിബിന്റെ പേര് യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബ് അല്ല. അബ്ദുൽ മുത്തലിബിന്റെ പേര് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പാന്റെ പേര് അബ്ദുൽ മുത്തലിബ് അല്ല. ആ പേരെ വേറെ. പിന്നെ അബ്ദുൽ മുത്തലിബ് എങ്ങനെ ബന്ത്? കുഞ്ഞബര അടിമ മുത്തലിബിന്റെ അടിമ എന്നാണ് അബ്ദുൽ മുത്തലിബിന്റെ അർത്ഥം. അത് എങ്ങനെ ബന്ത്? അത് ചൊല്ലുമ്പോൾ ടൈം കുറെ പിടിക്കും. ഏതുമാവട്ടെ, അബ്ദുൽ മുത്തലിബ് കുഞ്ഞബര മുട്ട പോയപ്പോ ഈ കുഞ്ഞബ എന്താക്കിത്ത് കിനാവ് കണ്ടെങ്കിൽ സ്വപ്നം പറയുന്ന വ്യാഖ്യാനം പറയുന്ന പല ആളുമാറും കണ്ടെത്തുന്ന നാളിന്നാർ. അങ്ങനെ ഒരാളെ മുട്ട കൊണ്ടുപോയിട്ട് ചൊന്തു, ഇതാ ഇയാള് എൻ്റെ ഇളയൻ്റെ മൂത്തോൻ്റെ മോണു. ഇയാൾ കടന്നുറങ്ങിയിട്ട് എണിക്കുമ്പോഴത്തേക്ക് കണ്ണിലേക്ക് സുർമയിട്ടിട്ടും എണ്ണ ഇട്ടിട്ടും ഇത് ഈ നിലക്ക് തന്നെ ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് വ്യാഖ്യാനം എന്താണ്? അപ്പോൾ ഈ കിനാവുക്ക് വ്യാഖ്യാനം ചൊല്ല് അങ്ങ് ചൊന്നാറ്, ആകാശഭൂമിയെ പഠിച്ച അള്ളാഹു, അതായത് ആകാശത്തിനെയും ഭൂമിയെ സൃഷ്ടിച്ച റബ്ബാകുന്ന അള്ളാഹു ഇയാൾക്ക് മങ്ങില ആക്കൂബേനായിട്ടുള്ള ടൈം ആയിറ് എന്ന് തെരിപ്പാട്ടിയോ. അന്ന് 20-21 വയസ്സിൻ്റെ ബാലക്കാരനാണ് അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പ. ഇയാൾക്ക് മങ്ങില ആക്കി കൊടുക്കുകയുള്ളൂ ടൈം ആയിട്ട് ചെന്ന ഒരു അറിയിപ്പാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് ഈ കുഞ്ഞബരൊട്ടിക്ക് ഈ വ്യാഖ്യാനം ചൊല്ലുന്ന ആൾ ചൊന്നു. അങ്ങനെ ഈ കുഞ്ഞബ അബ്ദുൽ മുത്തലിബിന് എന്താക്കിത്ത് മങ്ങിലാക്കിത്ത്. അതിപ്പോൾ ചെമ്മ വിഷയമായിട്ടിക്കട്. ഫസ്റ്റ് 5ഓളം ഭാര്യമാർ അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നു. സഫിയ, നത്തീല, ഹാല, ആമിന, ഫാത്തിമ. ഇങ്ങനെ 5ഓളം ഭാര്യമാർ പെഞ്ഞായിമാർ ഇത് അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഫാത്തിമ എന്ന ഭാര്യയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാപ്പയാകുന്ന ആര് ജനിക്കുന്നത്? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അങ്ങനെ എന്താക്കിയിട്ട് ചുരുക്കി പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിലേക്ക് ഇങ്ങനെ എന്താക്കിയിട്ട് മങ്ങിലാക്കി കൊടുത്തു. പിന്നീട് ചരിത്രം പറയുന്നു, അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹുവിന്റെ ആ നെറ്റിത്തടത്തിൽ പലപ്പോഴും ആ പ്രകാശം അടിച്ചു വീശിരുന്നു. പലപ്പോഴും അബ്ദുൽ മുത്തലിബിനെ കൊണ്ടിട്ട് മഴയില്ലാത്ത ടൈമിൽ റസൂലുള്ളാഹിനെ പെറ്റിട്ടില്ല. ഇത് പെരുന്ന മുന്നേറ്റുള്ള വിഷയം. റസൂലുള്ളാഹിന്റെ പ്രകാശം അബ്ദുൽ മുത്തലിബിന്റെ ശരീരത്തിലുണ്ട്. പലപ്പോഴും മക്കത്തങ്ങ് മഴയില്ലെങ്കിൽ അബ്ദുൽ മുത്തലിബിനെ കൊണ്ടുപോയിട്ട് ദുആ എന്നാൽ മഴ വന്നുകൊണ്ടിരിക്കും. എത്രയോ അത്ഭുതങ്ങളാണ് അബ്ദുൽ മുത്തലിബിനെ കണ്ടത്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഇത് പ്രകാശമാണ് അബ്ദുൽ മുത്തലിബിൻ്റെ ശരീരത്തിലുള്ളത്. അതിനിടയ്ക്ക് ഒരുപാട് വിഷയങ്ങൾ പറയുന്നു, ഒരുപാട് സ്വപ്നങ്ങളും ആ ഇത് പ്രകാശത്തിനെ കുറിച്ചിട്ടും ഒരുപാട് പറയുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ള വ്യാഖ്യാനങ്ങൾ പറഞ്ഞു, ഇയാൾക്ക് എന്താക്കണം, മങ്ങിലാക്കി കൊടുക്കണു. അള്ളാഹും ഇത് ആകാശഭൂമിയെ പടച്ച് അള്ളാഹു ഇയാൾക്ക് മങ്ങിലാക്കി കൊടുക്കുക ടൈമായി തിന്നിട്ടു ഒരു സൂചനയാണ് തന്നത്. അങ്ങനെ അബ്ദുൽ മുത്തലിബിലേക്ക് ഉണ്ടാക്കിയിട്ട് ആ കുടുംബത്തങ്ങ മങ്ങിലാക്കി കൊടുത്താൽ. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് അബ്രഹത്ത് രാജാവു പരിശുദ്ധമായ കാബ ശരീഫിനെ പൊളിക്കുന്നുണ്ടത്. അറിവുണ്ട് അബ്രഹത്ത് രാജാവ് എങ്ങനെ പണ്ടോ കാര് വേണ്ടമ്മ ആനയുമായിട്ട് അബ്രഹത്ത് രാജാവ് പണ്ട് കാബ ശരീഫിനെ പൊളിക്കൂ. അങ്ങനെ ആ അബ്രഹത്ത് രാജാവ് വന്നിട്ട് ത്വായിഫിലേക്ക് എത്തിയോണം. ത്വായിഫിൽ ചെന്ന് 100 കിലോമീറ്ററിന്റെ വ്യത്യാസമുള്ളത് കാബ ശരീഫും ത്വായിഫുമായിട്ട്. ത്വായിഫിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഈ സഖീഫ് ഗോത്രത്തിൽപ്പെട്ട മസ്ഊദ് ഇബ്നു മുഅത്തിബിൻ ചൊല്ലുന്ന ആള് ആ റായത്ത് ത്വായിഫിന്റെ ഒരു നേതാവാണ്. ഈ ത്വായിഫിൽ വലിയ ഒരു പള്ളിയുണ്ട്. പള്ളി അല്ലെങ്കിൽ അവിടെയുള്ള ആളുമാർ ആരാധിക്കുന്ന ഒരു പള്ളിയുണ്ട്. അത് അമ്പലമാവട്ടെ, കനീസാവട്ടെ, എന്തുമാവട്ടെ, അവർ ആരാധിക്കുന്ന ഒരു ദേവാലയം, ഒരു പള്ളി അവിടെ ഉണ്ട്. ആ രാജാവും അബ്രഹത്ത് രാജാവും അവൻ്റെ ആൾക്കാരും വന്നപ്പോൾ ഈ മസ്ഊദ് ഇബ്നു മുഅത്തിബിൻ ചൊല്ലുന്ന ആൾ ചൊന്നു, നിങ്ങൾക്കും ഞങ്ങൾക്ക് എന്തും അഭിപ്രായ വ്യത്യാസമില്ല. അയ്യുഹൽ മലിക് ഇന്നമാ നഹ്നു അബീദുക സാമിഊന ലക മുത്തിഊന ലൈസ ഇൻദനാ ലക ഖിലാഫുൻ. ഓ രാജാവേ, ഞങ്ങളെല്ലാം നിങ്ങളെ അടിമയായിട്ടിരിക്കട്ടെ, നിങ്ങൾ ചൊന്ന പോലെ കേൾക്കുന്ന ആളായിട്ടിരിക്കട്ടെ. നിങ്ങൾ എന്ത് വാർഡറാക്കിയാറ് സാമിഊന ലക അതെല്ലാം നിങ്ങൾ കേൾക്കണങ്ങായിട്ടിരിക്കട്ടെ. മുത്തിഊന
നിങ്ങളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആളായിട്ടിക്കത്. ലൈസ ഇൻദനാ ലക ഖിലാഫുൻ, നിങ്ങളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ വലൈസ ബൈത്തൻ ഹാദൽ ബൈത്തല്ലദീ തുരീദു, നിങ്ങ ഇത് പൊളിക്കോ വേണ്ടി ഉദ്ദേശിച്ച ആ ഒരു വീട്, ആ ഒരു ഭവനം, ആ ഒരു പള്ളി ഇത് അല്ല. ഇന്നമാ തുരീദുൽ ബൈത്തല്ലദീ ബി മക്ക, നിങ്ങൾ പൊളിക്കോ വേണ്ടി ഉദ്ദേശിച്ച് വന്ന ആ ഇത് പള്ളിയുള്ളത് അത് മക്കത്താണ്. മക്കത്ത് ചെറുകാട്ടുകയാനായിട്ട് ഞങ്ങൾ ഒരാളെ നിങ്ങളെ മുട്ട കടത്തി തണ്ട. ഈ പള്ളി നിങ്ങൾ എന്താക്കണം ചെന്നിട്ടില്ല, ഞങ്ങളല്ല നിങ്ങൾ ആളുമാറായിട്ടേക്കിത്, നിങ്ങൾ ആളുമാർ നിങ്ങൾ ചെന്ന പോലെ കേൾക്കണങ്ങ. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്ഥലം ഉള്ളത് അത് മക്കത്താണ്. ആ മക്കത്ത് ചെറുകാട്ടുകയാനായിട്ട് ഒരാൾ നിങ്ങൾ എന്താക്കുക, കടത്തുക. അതാണ് അബൂ റഗാൽ എന്ന് ചൊല്ലുന്ന ആൾ. അയാൾ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആൾ, ഉമ്മത്തിയുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ, അതായത് സ്വാലിഹ് നബി ഇസ്ലാമിന് എതിർ പ്രവർത്തിച്ച ആൾ. ഈ അബൂ റഗാൽ എന്ന് ചൊല്ലുന്ന ആളെ ഈ ആറ് കടത്തിയോ, മസ്ഊദ് ബിൻ മുഅത്തിബ് എന്ന് ചൊല്ലുന്ന ത്വായിഫിൻ്റെ അവിടുത്തെ ആൾ കടത്തിത്ത്. അങ്ങനെ അവൻ വന്നിട്ട് ഒരു ജാഗ എത്തുമ്പോൾക്ക് ആ മനുഷ്യ ചത്തുപോയ അബൂ റഗാൽ ചൊല്ലുന്ന ആൾ. അതിൻ്റെ വിഷയം നിങ്ങൾക്ക് മുന്നൊരു ചൊന്നതാണ്, അതിലിപ്പോൾ നന്ന ചൊല്ലുന്ന ടൈമില്ല. ഏതുമാവട്ട് അവൻ ചത്തന്ന് പിന്നെ അവൻ മരിച്ചെന്ന് പിന്നെ അസ്വദിൻ ചൊല്ലുന്ന ഒരാൾ എന്താക്കിയിട്ട് പാടെ അബ്രഹത്ത് രാജാവ് ചെറുകാട്ടുകുബേനായിട്ട് മക്കത്ത് ചെറുകാട്ടുകുബേനായിട്ട് പോയ. അപ്പോഴാണ് അബ്ദുൽ മുത്തലിബിക്ക് വിഷയം കണ്ടോ കാബാ ശരീഫിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ആറ് ബണ്ടാറ് അബ്രഹത്ത് രാജാവും അവൻ്റെ ആളുമാറും ബണ്ടാറ്. മാത്രമല്ല ഈ അബ്രഹത്ത് രാജാവ് എന്താക്കിയിട്ട് ഒരാളെ മുന്നേ കടത്തിട്ട് മക്കത്തങ്ങളെ എല്ലാ ഒട്ടകത്തിനെയും ആടിനെയും എല്ലാം ലൂട്ടാക്കിയിട്ട് ഇങ്ങനെ കവറാക്കിയിട്ട് വെച്ചിടാറ്. അപ്പല്ലേ ഒരു ഗലാട്ട അവിടെ. അതിൽ 200ഓളം ഒട്ടകം അബ്ദുൽ മുത്തലിബിൻ്റെതുമുണ്ട്. എല്ലാ ഒട്ടകളും ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് സ്റ്റേ ആക്കിയതാണ്. അപ്പം അബ്ദുൽ മുത്തലിബ് മക്കാരായിട്ട് ചൊന്തു, കാബാ ശരീഫ് പൊളിക്കിടങ്ങ് ഞങ്ങളതല്ല, അത് അള്ളാഹും ഞങ്ങൾ നോക്കണം. ഞങ്ങൾ എന്താക്കണോ അങ്ങോട്ട് ഇതാക്കണോ, എന്ത് വേണ്ടിട്ട് കാബത്ത് വിഷയത്തിലല്ല, പിന്നെ ഞങ്ങളെ സമ്പത്തങ്ങൾ ഊട്ടാക്കി ലഭിച്ചതാണ്. അത് തിരിച്ചു പിടിക്കുവാനായിട്ട് ഞങ്ങൾ എന്താക്കണം, അപ്പുറം ചിലപ്പോൾ യുദ്ധം നടക്കേണ്ടി വരും, ചിലപ്പോൾ പ്രശ്നമാവേണ്ടി വരും, അതൊക്കെ റെഡിയാവണം. കാബ ശരീഫ് അതിൻ്റെ ഉടമസ്ഥനായ അള്ളാഹു നോക്കും. അങ്ങനെ ചുരുക്കി സ്വാപ്പാക്കുന്നതാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബും അതേപോലെ തന്നെ അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിൻ്റെ ആ കൂടെയുള്ള ആളുമാർ ഓരോട് ഒരു മസ്ലഹത്താക്കുവാനായിട്ട് അവിടുന്ന് മക്കത്ത് പുറത്തായാൽ വന്നിട്ട് സബീറും ചോണ്ട ഒരു ഗുഡൻ്റെ പേര്, ഒരു പർവ്വതത്തിൻ്റെ പേര്, ആ പർവ്വതത്തിലേക്ക് അബ്ദുൽ മുത്തലിബും അതേപോലെ അബ്ദുൽ മുത്തലിബിൻ്റെ ആളുമാറി എത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബ് വാട്ടറാക്കിയിട്ട് ഇനി ഞങ്ങൾക്ക് അപ്പുറം പോകേണ്ട അഗത്യമില്ല, ഇനി ഞങ്ങൾക്ക് എന്താക്കാം, തിരിച്ച് മക്കത്ത് തന്നെ പോകാം. എന്തോ കാരണം ഇൻഷാ അല്ലാഹ് അത് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അബ്ദുൽ മുത്തലിബ് ചൊല്ലു, ഇനി ഞങ്ങൾ ഒട്ടകത്തിൻ്റെ വിഷയത്തിലും ഒൻറ്റൻ്റെ വിഷയത്തിലും ആടിൻ്റെ വിഷയത്തിൽ ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് എന്താക്കാം, തിരിച്ച് മക്കയിലേക്ക് തന്നെ പോകാം. ആ പറയാനൊരു കാരണം, ഒരു അത്ഭുതങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി